ഹലോ, ഇന്ന് നമ്മളൊരു ചേനേനെ കൊണ്ടൊരു കറി വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കറി വെക്കണമെന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ എപ്പം ചിന്തിക്കുന്നില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഇതുകൊണ്ടൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് ഇന്നലെ ഞാൻ ചാക്കിൽ നട്ട ചേന വിളവെടുത്തതാണ്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് കറി ഉണ്ടാക്കി നോക്കിയാലോ. ചേന ആദ്യം തന്നെ നമുക്കിതൊന്ന് തോല് കളഞ്ഞ് എടുക്കാം. ഇത് ചേന ചില സമയത്ത് ചൊറിയാൻ സാധ്യതയുണ്ട് ചില ആളുകൾക്ക്. എനിക്കങ്ങനെ ചൊറിയലില്ല. അപ്പോൾ കയ്യിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ചേനയുടെ തോല് കളഞ്ഞാൽ കൈ ചൊറിയൽ ഒഴിവാക്കാൻ കഴിയും. ചില ആൾക്ക് തീരെ പറ്റില്ല. അപ്പോൾ ചില ആൾ കയ്യൊറയൊക്കെ ഇട്ടിട്ട് മുറിക്കുന്നത് കാണാം. എനിക്കേതായാലും അങ്ങനെ ചൊറിയലുണ്ടാവില്ല. എന്നാലും വെളിച്ചെണ്ണ തടയുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് തോല് കളഞ്ഞ് നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. പിന്നെ ഇതുപോലെ തന്നെ ചേമ്പ് അങ്ങനെയുള്ളതെല്ലാം ചില സമയത്ത് കൈ ചൊറിയും. ആ സമയത്തൊക്കെ നമ്മൾ ആദ്യം കുറച്ച് കൈക്ക് എണ്ണ തടവിയതിന് ശേഷം വെളിച്ചെണ്ണ തടവിയതിന് ശേഷം മുറിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ കൈ ചൊറിയാതെ രക്ഷപ്പെടാം. അപ്പോൾ ഇത് മസാലക്കറി വെക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു 2 സവാള കഷ്ണങ്ങളാക്കി ഇടുന്നുണ്ട്. അതിന് ശേഷം ഈ ചേനയും കൂടി കഷ്ണങ്ങളാക്കി 4ആയി മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലാണ് ആദ്യം ഞാനിത് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ചേന വേഗം തന്നെ മുറിച്ചിട്ട് കഴിയാറായി. ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 3 വിസിൽ അടിക്കുന്ന സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടും. ആ സമയം നമുക്കിതിനെ മസാല തയ്യാറാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4-5 ഉള്ളി വെളുത്തുള്ളി, പിന്നെ കുറച്ച് സവാള മുറിച്ചതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഏകദേശം ബ്രൗൺ കളറാകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വറക്കുന്നത് കൊണ്ട് തന്നെ വേഗം ആയി കിട്ടും. ഇതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലി ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് എടുത്തതാണ്. നമ്മൾ സാധാരണ മില്ലിൽ ചേർത്ത് പൊടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വീട്ടിൽ നിന്നാകുമ്പോൾ നല്ല രുചിയും മണവും ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ചേമ്പിൻ്റെ തണ്ടാണ്, അത് നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കുക്കറിൽ വെച്ച കഷ്ണങ്ങൾ വെന്തതിന് ശേഷമാണ് ഈ ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ച് വെക്കണ്ട, തുറന്ന് വെച്ച് വേവിക്കാം. കാരണം ഇതിന് വേവ് കുറവായതുകൊണ്ട്. എന്നിട്ട് ഈ മസാല അരച്ച് വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്തത് കൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാണിത്. നിങ്ങൾ ഈ ചേമ്പിൻ്റെ തണ്ടൊക്കെ കിട്ടാനുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.